ഹലോ എവരിവൺ, IMS ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. ഇതുവരെ IMS ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. IMS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്നീ എക്സാമുകൾ കഴിഞ്ഞല്ലോ. അതിൻ്റെ ഓരോ വേക്കൻസികളും വരുമ്പോഴും റൊട്ടേഷൻ ചാർട്ട് എങ്ങനെയാണ് ഓരോ ജില്ലകളിലും വരുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഓരോ ജില്ലയിലും തൊട്ടടുത്ത് വരുന്ന 10ഓളം വേക്കൻസികൾ ഓപ്പൺ കാറ്റഗറിയിലും അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിലും ഏതൊക്കെ റിസർവേഷൻ കാൻഡിഡേറ്റ്സിനാണ് ലഭിക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുന്നു. കൂടാതെ ഓരോ ജില്ലകളിലും NCA, NJD, TPO എത്ര വേക്കൻസികളാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉള്ളത് എന്നും നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നു. നിങ്ങൾക്ക് ഓരോ ജില്ലകളിലും എത്രത്തോളം വേക്കൻസികളാണ് ഇനി വരുന്ന 3 വർഷത്തിൽ ഉള്ളത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ IMS ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിലൂടെ ഓരോ ജില്ലകളിലും എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഓരോ ജില്ലയായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നോക്കൂ, ഒരു വേക്കൻസിയാണ് അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതിൽ NJD വേക്കൻസി ആയിരുന്നു. 13/5/2025 അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആ ഒരു NJD വേക്കൻസി എന്ന് പറയുന്നത് മുസ്ലിം കാറ്റഗറിയിലുള്ള ഒരാൾക്കാണ് അത് അപ്പോയിൻമെൻ്റായിട്ട് പോയിട്ടുള്ളത്. അത് അഡ്വൈസായി പോയ ഡേറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 12/3/2025. പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നോക്കൂ, 7ഓളം വേക്കൻസികൾ എന്ന TPOയ്ക്ക് വേണ്ടി കിടക്കുന്നുണ്ട്. TPO എന്ന് പറയുമ്പോൾ ഇനി വരുന്ന ഇപ്പോൾ 14 വേക്കൻസിയാണ് വരുന്നതെങ്കിൽ ഇനി 7 വേക്കൻസി ഈ പറയുന്ന TPOയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 14 വേക്കൻസി വരികയാണെങ്കിൽ ആദ്യത്തത് ഓപ്പൺ കാറ്റഗറിയിലേക്ക് പോവുകയും രണ്ടാമത്തെ വേക്കൻസി ഇവിടെ നൽകിയിരിക്കുന്ന 68ാമത്തെ ടേണായ LC ഓർ ആംഗ്ലോ ഇന്ത്യൻ അതിലേക്ക് പോവുകയും തുടർന്ന് ഒരാളെ OC എടുക്കുകയും പിന്നെ 70ാമത്തെ ടേണായ വിശ്വകർമ്മയ്ക്ക് പോകുന്നു. പിന്നെ അതുപോലെ OC, പിന്നെ 72ാമത്തെ SC, ദെൻ OC, ദെൻ 74ാമത്തെ ഈഴവ, അങ്ങനത്തെ കാറ്റഗറിയിലേക്ക് പോകുന്നു. പിന്നെ OC, പിന്നെ മുസ്ലിം, പിന്നെ ഈഴവ, പിന്നെ OC, പിന്നെ മുസ്ലിം. അപ്പോൾ ഇങ്ങനെയാണ് ഈ 7 TPO സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 14 വേക്കൻസികൾ വന്നാൽ മാത്രമേ ഈ 7 TPO സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇനി വരാൻ പോകുന്ന ടേൺ എന്ന് പറയുന്നത് 68ാമത്തെ ടേണാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് TPOയിൽ. ക്ലിയർ? അപ്പോൾ നമുക്കൊരു 20 വേക്കൻസികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ TPO 7 സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ അതിൻ്റെ കൂടൊപ്പം തന്നെ OCയും എടുക്കേണ്ടതുണ്ട്. 50-50 BCയും OCയും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. 50% എന്നുള്ള നിരക്കിലാണ് ഓരോ ലിസ്റ്റ്, ഇപ്പോൾ ഏത് PSC ലിസ്റ്റ് ആയാലും അതിൽ നിന്ന് എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. ഇനി കൊല്ലം ജില്ലയിൽ നോക്കിയാൽ ഒരു ഫ്രഷ് വേക്കൻസി 24/1/2025 റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊരു വേക്കൻസി അത് അഡ്വൈസായിട്ട് പോയിട്ടുമുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ TPO 6 ഇനി കൊല്ലം ജില്ലയിൽ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞതുപോലെ ഇവിടെ നോക്കിയാൽ 44, 46, 48, 50, 52, 54 എന്നീ കാറ്റഗറിയിൽ വരുന്ന TPOകളാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ 12 വേക്കൻസികൾ വേണം ഈ 6 TPO സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. ആലപ്പുഴ ജില്ലയിൽ ഒരു വേക്കൻസി, ഫ്രഷ് വേക്കൻസി, അത് ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസി ആയിരുന്നു. 16/8/2025 അത് ആ ഡേറ്റിലാണ് ആ വേക്കൻസി വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ TPO നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ 7ഓളം TPO ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലിസ്റ്റ് ചെയ്ത TPO 7 തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, ഫുള്ളായിട്ട് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 14 ടോട്ടൽ വേക്കൻസികൾ അവിടെ ഉണ്ടാകണം. ആ 14 വേക്കൻസികൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ OC BC ടേൺ അനുസരിച്ചായിരിക്കും ഓരോ വേക്കൻസികളും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 90ാമത്തെ ടേണായിട്ട് വരുന്ന OBC ആണ് ആദ്യത്തെ TPO. പിന്നെ അതിനുശേഷം 92 ST, 94 LC ഓർ ആംഗ്ലോ ഇന്ത്യൻ, 96 മുസ്ലിം, 98 ഈഴവ, 100ാമത്തെ വരുന്നത് വിശ്വകർമ്മ,
രണ്ടാമത് വരുന്നത് നോക്കൂ ഈഴവ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 14 വേക്കൻസികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 7 TPO സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എത്രത്തോളമാണ് വേക്കൻസികൾ പ്രൊമോഷനിലൂടെ വരുന്നത് എന്ന് IMS ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണയുണ്ടാവും. പത്തനംതിട്ട ജില്ലയിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് നിങ്ങൾ നോക്കിയേ 16/3/2024 അതൊരു ഹെഡ് ക്വാർട്ടേഴ്സ് വേക്കൻസി ആയിരുന്നു. ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ, അത് അഡ്വൈസ് ചെയ്യപ്പെട്ടു. പിന്നെ നമ്മളിനി ഇതിൻ്റെ TPO നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 5 TPO ആണ് ഇനി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10 വേക്കൻസിയാണ് ടോട്ടൽ വരേണ്ടത്. 5 TPO സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 10 വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടണം. അപ്പോൾ ഓരോ TPO എന്താണെന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 84 SC, 86 മുസ്ലിം, 88 ഈഴവ, 90 OBC, 92 ST. ഇവയാണ് TPO ആയിട്ട് ഇനി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതിന് 10 വേക്കൻസികളാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 4 ജില്ലകളായിരുന്നു. 4 ജില്ലകളിലെയും അവസാനം റിപ്പോർട്ട് ചെയ്തത് ഏത് ഡേറ്റിലാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടാതെ NJD ഉണ്ടോ, എത്ര വേക്കൻസികളാണ് നിലവിലുള്ളത്, അടുത്ത TPO ഏതായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള ജില്ലകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ IMS ചാനൽ ഫോളോ ചെയ്യുക. റിസർച്ച് ഓഫീസറിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലോങ് ബാച്ചിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ബേസിക് മുതലാണ് നമ്മൾ റിസർച്ച് ഓഫീസറിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികൾ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുക. ഇതൊരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഗവൺമെൻറ് ജോബാണ് റിസർച്ച് ഓഫീസർ. അപ്പോൾ എല്ലാവരെയും IMS ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുക, കുട്ടികളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കാണുക, അവരുടെ സജഷൻസ് നിങ്ങൾ കേൾക്കുക.